എല്ലാവർക്കും ET മലയാളത്തിലേക്ക് സ്വാഗതം. സ്വന്തമായ ഒരു വീട് എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണിത്. പക്ഷേ 2026 ഈ സ്വപ്നം അല്പം ചിലവേറിയതാണ്. വീടിന്റെ വില ഇനിയും കൂടുമോ, അതോ ഇപ്പോൾ തന്നെ വാങ്ങണമോ? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. 5 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം വിലയെക്കുറിച്ചാണ്. ക്രെഡായി നടത്തിയ ഏറ്റവും പുതിയ സർവേ ഫലം പുറത്തു വന്നു. 68% ബിൽഡർമാരും പറയുന്നത് വില കൂടുമെന്നാണ്. ചുരുങ്ങിയത് 5% വർധനവ് ഈ വർഷം ഉണ്ടാകും. ഇതിലും വലിയൊരു കണക്ക് വേറെയുണ്ട്. 18% ഡെവലപ്പർമാരും 10%-ന് മുകളിൽ വില കൂടുമെന്നും പ്രവചിക്കുന്നുണ്ട്. വിപണിയിൽ ഇപ്പോൾ വലിയൊരു തകർച്ച ആരും പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ആളുകൾ താമസിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വീട് വാങ്ങുന്നത്. കൊച്ചിയിലും തിരുവനന്തപുരത്തും തൃശ്ശൂരിലുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. കാക്കനാട്, വിഴിഞ്ഞം, കോറിഡോർ, കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങൾ പുതിയ വളർച്ചാ കേന്ദ്രങ്ങളാണ്. ഇന്ന് നിങ്ങൾ 50 ലക്ഷത്തിന് കാണുന്ന വീട് 3 വർഷം കഴിഞ്ഞാൽ 65 ലക്ഷമായേക്കാം. ഇപ്പോൾ വാങ്ങാതിരുന്നാൽ ആ 15 ലക്ഷം രൂപ നിങ്ങൾക്ക് നഷ്ടമാണ്. അതായത് കാത്തിരിക്കുന്നത് എപ്പോഴും ലാഭകരമാകില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി നമ്മൾ നോക്കുന്നത് ഹോം ലോൺ പലിശ നിരക്കാണ്. 2026 പലിശ നിരക്കുകളിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. SBI ഇപ്പോൾ ഏകദേശം 8.25% നിരക്കിലാണ് ലോൺ നൽകുന്നത്. HDFC 7.75 മുതൽ 8.45% വരെ ഈടാക്കുന്നുണ്ട്. ഫെഡറൽ ബാങ്ക് പോലുള്ള ബാങ്കുകളിൽ ഇത് 9.75% വരെ ആകാം. ഇത് കൃത്യമായി താരതമ്യം ചെയ്തതിനു ശേഷം മാത്രം ലോൺ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. ചെറിയ മാറ്റം വലിയ ലാഭമുണ്ടാക്കുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഉദാഹരണത്തിന് 30 ലക്ഷം രൂപ നിങ്ങൾക്ക് 20 വർഷത്തേക്ക് ലോൺ എടുക്കുന്നു എന്ന് കരുതുക. 8.25% പലിശയാണെങ്കിൽ മാസം 25,500 രൂപ EMI വരും. എന്നാൽ ഇത് 7.75% ആണെങ്കിൽ മാസം 24,700 രൂപ മതി. വർഷം 19,000 രൂപയോളം നിങ്ങൾക്ക് ലാഭിക്കാം. ലോൺ എടുക്കുന്നതിന് മുൻപ് 3 ബാങ്കുകളിലെങ്കിലും നിരക്ക് ചോദിക്കണം. ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് PMAY സബ്സിഡി ഉണ്ടോ എന്നും പരിശോധിക്കണം. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനമാണ്. ഇത് റെറെ നിയമങ്ങളെ കുറിച്ചാണ്. 2026 ജനുവരി മുതൽ പുതിയ 3 ബാങ്ക് അക്കൗണ്ട് സിസ്റ്റം നിലവിൽ വന്നു. ഇനി ബിൽഡർമാർക്ക് നിങ്ങളുടെ പണം തോന്നിയ പോലെ ചിലവാക്കാൻ കഴിയില്ല. നിങ്ങൾ നൽകുന്ന പണം ആദ്യം ഒരു കളക്ഷൻ അക്കൗണ്ടിലേക്കാണ് പോവുക. ഇതിന്റെ 70% നിർമ്മാണത്തിനായി മാത്രം മാറ്റിവെക്കണം. ബാക്കി 30% മാത്രമേ പരസ്യത്തിന് മറ്റും ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓരോ തവണ പണം പിൻവലിക്കുമ്പോഴും ആർക്കിടെക്റ്റും CAയും ഒപ്പിടണം. റെറെ നമ്പർ ഇല്ലാത്ത ഒരു പ്രൊജക്റ്റിലും നിങ്ങൾ പണം നൽകരുത്. പരസ്യങ്ങൾ റെറെ നമ്പറും QR കോഡും നിർബന്ധമാണ്. നിയമങ്ങൾ ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് ഒപ്പമാണെന്ന് മനസ്സിലാക്കണം. നാലാമതായി നമ്മൾ ചിന്തിക്കുന്നത് ഫ്ളാറ്റ് വേണോ അതോ വില്ല വേണോ എന്നതാണ്. കൊച്ചിയിലും തിരുവനന്തപുരത്തും 35 ലക്ഷം മുതൽ 75 ലക്ഷം വരെയാണ് ഫ്ളാറ്റുകളുടെ വില. ജോലി ചെയ്യുന്നവർക്കും NRIകൾക്കും ഫ്ളാറ്റുകളാണ് കൂടുതൽ സൗകര്യം. എന്നാൽ വില്ലകൾക്ക് 60 ലക്ഷം മുതൽ 1.5 കോടി വരെ ചിലവ് വരും. കൂടുതൽ സ്ഥലവും സ്വകാര്യതയും ആഗ്രഹിക്കുന്നവർക്ക് വില്ലകൾ നല്ലതാണ്. സ്ഥലം വാങ്ങി വീട് വെക്കുകയാണെങ്കിൽ ഭാവിയിൽ നല്ല ലാഭം കിട്ടും. പക്ഷെ അതിന് വലിയ അധ്വാനം ആവശ്യമാണ്. 50 ലക്ഷം രൂപയ്ക്ക് കൊച്ചിയിൽ ഒരു ഫ്ളാറ്റ് കിട്ടുമ്പോൾ ഇടുക്കിയിൽ ഒരു പറമ്പും വീടും കൂടെ കിട്ടും. നിങ്ങളുടെ ആവശ്യവും ബഡ്ജറ്റും കൃത്യമായി പ്ലാൻ ചെയ്യണം. മെയിൻ്റനൻസ് ചെലവും മുൻകൂട്ടി കണക്കാക്കണം. അവസാനമായി ആരും പറയാത്ത ചില ഒളിഞ്ഞിരിക്കുന്ന ചെലവുകൾ നമ്മൾ ശ്രദ്ധിക്കണം. കേരളത്തിൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷനും കൂടി 10%. അതായത് 50 ലക്ഷത്തിന്റെ വീടിന് 5 ലക്ഷം രൂപ പേപ്പർ വർക്കിന് മാത്രം വേണം. നിർമ്മാണത്തിലിരിക്കുന്ന ഫ്ളാറ്റുകൾക്ക് 5% GST അധികം നൽകണം. അതായത് കയ്യിൽ എക്സ്ട്രാ പണം കരുതണമെന്നും സാരം. ഹോം ലോൺ പ്രോസസ്സിംഗ് ഫീസും മെയിൻ്റനൻസ് ഡെപ്പോസിറ്റും വേറെ വരും. വീട് കിട്ടിക്കഴിഞ്ഞാൽ ഇന്റീരിയർ വർക്കിന് ചുരുങ്ങിയത് 5 ലക്ഷമെങ്കിലും മാറ്റിവെക്കണം. 50 ലക്ഷത്തിന്റെ വീട് നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ 60 ലക്ഷത്തിന് മുകളിലാകും. ഈ തുക പ്ലാൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാകും. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാം. വീട് വെക്കുന്നത് കേവലം ഒരു വൈകാരിക തീരുമാനമല്ല, ഇതൊരു വലിയ സാമ്പത്തിക തീരുമാനം കൂടിയാണ്. ശരിയായ പഠനം നടത്തി മാത്രം മുന്നോട്ട് പോവുക. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ സാമ്പത്തിക വിദഗ്ധനുമായി ചർച്ച ചെയ്യുക. നന്ദി.